മറ്റു ജനങ്ങൾ അറിയുന്നില്ല. ഇവന്റെ യുവ കർഷകനാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് ഇവൻ അങ്ങ് പ്രചരിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ ലൈക്ക് കൊടുക്കുകയും കമന്റ് ഇടുകയും. പ്രചരിച്ചതിന് ശേഷം മാനസികമായ ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങൾ ഒരു കുടുംബമായിട്ട് കഴിയുന്നതാണ്. ഞങ്ങള് രണ്ടുപേരും ഹസ്ബൻഡ് വിദേശത്ത് പ്രവാസികളാണ്. എന്റെ കുഞ്ഞെന്ന് പറയുന്ന ഒരു 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. ആ പൊടി കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിട്ടില്ല എന്നുള്ള. ഇവനൊരു കുഞ്ഞുണ്ടെങ്കിൽ ഇവനത് ചെയ്യൂ. ഞാൻ വരെ ഇയാളെ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ ഈ കക്ഷിയുടെ വൈഫ് മേടിച്ചു. പിന്നെ ഊരത്തെറിയായിരുന്നു. നീ ആരടാ പറയാ, നീ അങ്ങനെയാണ്ടാ ഇങ്ങനെയാണ്, നിന്നെ ഞാൻ അവിടെ കയറി നിന്റെ വീട്ടിൽ വന്ന് അടിക്കും, എന്റെ വീട്ടിൽ വന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അങ്ങനെ ഞാൻ കോളം കട്ട് ചെയ്ത് കളഞ്ഞു. നമസ്കാരം. കൊല്ലം പരവൂർ കൂനയിൽ ക്ഷീരസംഘത്തിൽ ക്ഷീരകർഷകൻ എന്ന് അവകാശപ്പെട്ട് പാലഭിഷേകം നടത്തി പ്രതിഷേധിച്ച യുവാവിനെ തള്ളി സംഘം ഭാരവാഹികളും മറ്റ് ക്ഷീരകർഷകരും രംഗത്ത്. ഒറ്റ ദിവസം കൊണ്ട് വാർത്താ പ്രാധാന്യം നേടിയ വിഷ്ണു എന്ന യുവാവിനെ പൊളിച്ചടുക്കുകയാണ് കൂനയിൽ ക്ഷീരസംഘത്തിലെ അംഗങ്ങൾ. ഫാം നടത്തുന്ന തന്റെ പാൽ ക്ഷീരസംഘത്തിൽ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നുവെന്ന് കാണിച്ചാണ് വിഷ്ണു അവിടെയെത്തി കൊണ്ടുവന്ന പാൽ തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഒപ്പം കൊണ്ടുവന്ന ക്യാമറാമാൻ ഇത് പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ പാലഭിഷേകം നടത്തിയ വിഷ്ണു വൈറലായി. ദിനപത്രങ്ങൾ സഹിതം വാർത്ത വന്നതോടെ ജനങ്ങൾ മുഴുവൻ സഹതാപത്തോടെയാണ് ഈ പാവം ദുരിത കർഷകന്റെ ദുരിതത്തിനൊപ്പം നിന്നത്. VS ഡയറി എന്ന പേരിൽ ഫാം നടത്തുകയാണ് വിഷ്ണു എന്നാണ് പറയുന്നത്. ഒരു യുവ ക്ഷീര കർഷകന്റെ ദയനീയ അവസ്ഥയിൽ സഹതാപവും CPM ഭരിക്കുന്ന പാൽ സൊസൈറ്റി ജീവനക്കാരുടെ ധാർഷ്ട്യത്തോടെയുള്ള എതിർപ്പും കൂടിയായതോടെ കേരളം മുഴുവൻ വിഷ്ണുവിന് പിന്നിൽ അണിനിരന്നു. മലയാളികൾക്ക് മുഴുവൻ വിഷ്ണു പണി പാലും വെള്ളത്തിൽ തന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതേ സൊസൈറ്റിയിൽ നിന്നുള്ള ക്ഷീര കർഷകരുടെ പ്രതികരണം. ഇത് ചാനലുകാരെ വിളിച്ച് പ്രതിഷേധിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. തലകൂടി പാലൊഴിച്ച് ഇവിടെ 66 കർഷകരുണ്ട് പാലൊഴിക്കുന്നത്. അതില് പിന്നെ ഒരാളെ ഒഴിച്ച് അതായത് 65 പേര് ചെയ്യും. അല്ലെങ്കിൽ സംഘം തുറക്കാൻ നമ്മെങ്കിൽ സംഘത്തിൽ പാലെടുത്തേ വണ്ടി കയറ്റി വിടത്തില്ല എന്നാണ് കർഷകർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ മുക്കട സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ DD നിർദ്ദേശിച്ചു. മുക്കടയിൽ വിളിച്ചു പറഞ്ഞിട്ട് മുക്കടയിൽ പാൽ എടുക്കണമെന്ന് പറഞ്ഞു. മുക്കടയിൽ ഇന്നലെ രാവിലെ പാല് കൊടുത്തു. രാവിലെ പാല് കൊടുത്തിട്ട് ഇത് അവിടെ ഇന്നലെ ചൂടാക്കിയപ്പോഴത്തേക്ക് അപ്പോഴും പിരിഞ്ഞിട്ടില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ ഇത് കുറച്ചുകൂടി ടൈം എടുക്കുമ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് ഓടി അവിടെ ചെല്ലുമ്പോൾ 1.5 മണിക്കൂർ കഴിയും, അല്ലെ 2 മണിക്കൂർ എടുക്കും. 9:30 മണിയാകും BMCയിൽ എത്തുമ്പോൾ. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഇന്നലെ പ്രത്യേക വിങ്ങിയായിരുന്നു അവിടെ ടെസ്റ്റ് ചെയ്യാൻ വന്നത്. പ്രത്യേക അവിടുത്തെ ലാബില് ഒരല്ല ചെയ്തത്. അതിനുശേഷം ഇദ്ദേഹത്തിനെ വിളിക്കുകയും DD ഓഫീസിൽ നിന്ന് മിൽമയിൽ നിന്ന് എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ വന്ന് ഇദ്ദേഹത്തിനെ വിളിക്കുകയും ഇദ്ദേഹം അവിടെ ചെന്നില്ല എന്നുമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അയാളെ പാല് ഇവിടെ ഒഴിക്കുന്ന അവസ്ഥകളെല്ലാം പിരിയുന്നുണ്ട്. പക്ഷേ ഒന്നേ ഒരു നേരം കറക്കാതെ വൈകുന്നേരം കറന്ന് ഒഴിക്കുന്നുണ്ടായിരിക്കും പിരിയുന്നത്. ഒരു നേരം കറക്കുന്നുണ്ടായിരിക്കും, പക്ഷേ 2 നേരം കറങ്ങത്തില്ലായിരിക്കും. അതാണ് പിരിയാൻ കാരണം. പശുവിന്റെ പാല് പിരിയും. ഒരു തവണയല്ലേ, ഇപ്പൊ 2 തവണ ആയെന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് വേറൊരു സൊസൈറ്റി ഒഴിച്ചപ്പോ അവിടെയും പിരിഞ്ഞെന്നാ പറയുന്നത്. ആ പാല് അവിടെയും പിരിഞ്ഞെന്ന് പറയുന്നത്. തിരിച്ചുവിട്ടു, അഹങ്കാരികളായിട്ടുള്ള ജോലിക്കാരെ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ പുതിയ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നത്. അതൊക്കെ തെറ്റായ പ്രചാരണമാണ്. നമ്മൾ ഇതുവരെ പിരിച്ചു വിട്ടിട്ടില്ല. നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് സപ്പോർട്ടാണ്. നമ്മൾ ഇതുവരെ പിരിച്ചു വിട്ടിട്ടില്ല. പ്രചരിച്ചതിന് ശേഷം മാനസികമായ ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങൾ ഒരു കുടുംബമായിട്ട് കഴിയുന്നതാണ്. ഞങ്ങള്
രണ്ടുപേരും ഹസ്ബൻഡ് വിദേശത്ത് പ്രവാസികളാണ്. മക്കള് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ അവരുടെ ഫ്രണ്ട്സുകളും ഒക്കെ ഈ വീഡിയോ കണ്ടിട്ട് അവരോട് ചോദിക്കുന്നു. അവരൊക്കെ ആകെ മാനസികമായിട്ട് വിഷമത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് വിഷമത്തിലാണ്. നമ്മളെ ഇവിടെ മക്കളെ നമ്മളെ നാട്ടിൽ നിർത്തിയിട്ട് നമ്മളെ ഹസ്ബൻഡ് പ്രവാസികള് അവിടെ പോയി ജോലി ചെയ്യുന്ന അവര് ഇത് കേൾക്കുക അവർക്കും ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന കാര്യമാണ്. അവർക്കും ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന കാര്യമാണ്. സ്വന്തമായി തുടങ്ങിയ യൂട്യൂബ് ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വിഷ്ണു കളിച്ച നാടകമാണ് പാലഭിഷേകം എന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണു ഇനിയും പാലുമായി ആ സൊസൈറ്റിയിലെത്തിയാൽ അവിടെ പാലൊഴിക്കുന്ന 65 കർഷകരും ഇനി സ്വന്തം തലയിലൂടെ പാലൊഴിക്കും എന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം അവർ തന്നെ പറയുന്നു. വിഷ്ണു ഒരു ക്ഷീര കർഷകനല്ല, അയാൾ തന്ത്രശാലിയായ ഒരു കന്നുകാലി കച്ചവടക്കാരൻ മാത്രമാണ്. തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞ വിലയിൽ കൊണ്ടുവരുന്ന കന്നുകാലികളെ വീട്ടിൽ നിർത്തി മരുന്നുകൾ കൊടുത്ത് അകിട് വീർപ്പിച്ച ശേഷം പ്രസവിക്കുന്ന പശുവിന്റെ പാൽ അപ്പോൾ തന്നെ സൊസൈറ്റിയിൽ എത്തിക്കും. ഈ പാൽ മറ്റുള്ളവരുടേതുമായി ചേരുന്നതോടെ പിരിഞ്ഞു പോവുകയാണ്. സൊസൈറ്റിയിൽ നിന്നും BMCയിലേക്ക് കയറിപ്പോകുന്ന പാൽ പിരിയുന്നത് കാരണം അവിടുത്തെ മറ്റു കർഷകർക്ക് പോലും പണം കിട്ടാതെയായി. വിഷ്ണുവിനോട് പല പ്രാവശ്യം സൊസൈറ്റിയിൽ നിന്ന് ഇക്കാര്യം പറഞ്ഞിരുന്നു. പല അവസരങ്ങളും നൽകി. എന്നിട്ടും ഭാഗത്തു നിന്നും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. ഇരിക്കുന്നത് എന്റെ കുഞ്ഞെന്ന് പറയുന്ന ഒരു 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. ആ പൊടി കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിട്ടില്ല എന്നുള്ള. ഇവനൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇവനത് ചെയ്യോ? 3.5 വയസ്സുള്ള ഒരു മോൾ എനിക്കുണ്ട്. അപ്പൊ നീ ഇന്ന സ്ഥലത്ത് വാടക വീട്ടിലല്ലേ നീ താമസിക്കുന്നത്. അപ്പൊ നീ മുടിഞ്ഞു പോകൂടി, നീ നശിച്ചു പോവും. നീ ഇവിടെ കഴിവുന്ന നീ ദിവസവും നിന്നെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിക്കും. നീ ചെയ്ത് പിറ്റേ ദിവസം ഇവിടെ പാല് മൊത്തം ഒഴിച്ചല്ലോ. തലേ ദിവസം ഇവിടെ പാല് കൊണ്ടുവന്ന് ഒഴിച്ച് ഇവിടെ മൊത്തം കഴുകി കളഞ്ഞ് ഞാൻ പോയപ്പോ 8 മണിയോളം ആവുന്നു രാത്രി. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഈ നാടകം കളിച്ചപ്പോഴും ഇവിടെ മൊത്തം പാലല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ കഴുകിട്ട് പോയപ്പോ 8 മണിയോളം ആവുന്നു. ഇന്ന് ഈ പാലിനി എനിക്ക് കഴുകി ഇറക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോ നീ ചെയ്യണോടി, നീ ചെയ്യും, നിന്നെ കൊണ്ട് ചെയ്യിക്കും, ദിവസവും ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. എന്നിട്ട് നീ കഴുകി നീ ചാവണമെന്ന്. എന്നിട്ട് പറഞ്ഞു നീ ഇന്ന സ്ഥലത്തല്ലേ നീ വാടകയ്ക്ക് താമസിക്കുന്നത്, നീ മുടിഞ്ഞു പോകൂടി, നീ നശിച്ചു പോകും, നിനക്കൊരു പെൺകുഞ്ഞുണ്ട്. ആ വിഷ്ണു പറഞ്ഞവനാണ്. വിഷ്ണു ഭാര്യയും കൂടെ വന്ന് ചേർന്ന് നടത്തിയ നാടകങ്ങളാണ് രാവിലെ. നീ നശിച്ചു പോകും, നിനക്ക് ഒരു പെൺകുഞ്ഞല്ലേ ഇരിക്കുന്ന, മുടിഞ്ഞു പോകും. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പോലും അവൻ വെറുതെ വിടാതിരിക്കുമ്പോ ഇവൻ എത്ര മനസ്സാക്ഷി ഉണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതിനു വേണ്ടി നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? നമുക്ക് ഭരണസമിതി പറയുന്ന കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. പാലെടുക്കുക, നമ്മൾ ഇത് കയറ്റി വിടുക, നമുക്ക് ആ ഒരു ജോലിയാണ്. അല്ല നമുക്കൊരു വ്യക്തി വൈരാഗ്യമോ അല്ലോ ഒരു ഇതാണോ ജാതിയോ മതം അങ്ങനെ ഉള്ള ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല. കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിനൊക്കെ കമന്റ് ഇട്ടപ്പോഴത്തേക്ക് അത് ഇതിനൊക്കെ സൊസൈറ്റിയില് വിഷയമായിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോസ്റ്റ് ഇട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഇതിന് ഇടയിൽ ഒരു കമന്റ് ഇട്ടു, ഇതിനൊക്കെ സത്യം അറിയാതെ ആരും അവരെ ഇത് പറയരുത്, കാര്യം നമ്മളവിടെ പാലൊഴിക്കുന്നതാണ്, ഇവിടെ അങ്ങനെ എല്ലാ സംഭവം നടന്നത് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ വിഷ്ണു എന്നെ വിളിച്ചു. വാട്സപ്പിലാണ് വിളിച്ചത്. ആ നമ്പർ എന്റെ കിടപ്പുണ്ട് വാട്സപ്പിൽ. അപ്പൊ വാട്സപ്പിലാകുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വാട്സപ്പിൽ വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ ആളറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച അവന്റെ പേര് വിഷ്ണു എന്ന് എഴുതി കാണിച്ചു. അപ്പൊ ഞാൻ പറയാം എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അവിടെ പാല് കൊണ്ട് ഒഴിക്കുന്ന ഇയാൾ കണ്ടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇയാളെ വൈഫ് ഇതണക്ക് പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിച്ച് ചീത്ത വിളിക്കുന്നത് ഞാൻ കണ്ടു കിടന്നു. അത് നീ ആരടാ അത് പറയാൻ? നീ ആരടാ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും, അതാണ്ടാ ഇതാണ്ടാന്ന് നീ പറയാൻ പറ്റത്തില്ല. എന്റെ മോളൊക്കെ എന്റെ അടുത്തുണ്ടായിരുന്നു, ഈ 2 പെൺകൊച്ചുങ്ങളും. അപ്പൊ അവരെന്റെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. അപ്പൊ പെട്ടെന്നായിട്ട് ഞാൻ വരെ ഇയാളെ കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ ഈ കക്ഷിയുടെ വൈഫ് മേടിച്ചു. പിന്നെ ഊരത്തെറിയായിരുന്നു. വൈഫ് നീ ആരടാ പറയാ, നീ അങ്ങനെയാണ്ടാ ഇങ്ങനെയാണ്, നിന്നെ ഞാൻ അവിടെ കയറി നിന്റെ വീട്ടിൽ വന്ന് അടിക്കും, എന്റെ വീട്ടിൽ വന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അങ്ങനെ ഞാൻ കോളം കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ച് ഇത് കണക്ക് തന്നെ മാറി തിരിഞ്ഞു, നീ ആരടാ, ഇനി മേല നീ ഇതിനെതിരെ ഇട്ടാ നിന്നെ അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്തുകളെ ഇനി പറയാനൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പറഞ്ഞു. ഞാൻ പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് പെങ്ങളെന്ന് വിളിച്ചാൽ ഞാൻ സംസാരിച്ചോളൂ. കാരണം ഒരു സ്ത്രീ അല്ലേ, നമ്മളെ കോള് റെക്കോർഡ് ചെയ്യാനായിരിക്കും അവർ വിളിച്ചെന്നുള്ള ധാരണയിൽ ഞാനത് ഇല്ല ഞാൻ ഒന്നും അതിനുള്ള ഇതിനായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചത്. പക്ഷെ ഞാൻ അതിനെ ഒന്നും ചെയ്തില്ല. ഞാൻ ഈ കണ്ട കാര്യം മാത്രം ഞാൻ പറയും സത്യമാണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരാ പാലെടുക്കാതിരിക്കുന്ന ചേച്ചിയൊക്കെ അവര് തുച്ഛമായ ശമ്പളത്തിനാണ് 16,000 രൂപയായിട്ടാണ് അവർക്ക് ഉള്ളത്. അത് രാവിലെ വന്ന് അവര് വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നതാണ്. ഈ പറയുന്നവർക്ക് എന്തും പറയാം, നമ്മൾ കാണുന്നത് നമുക്കല്ല. നമ്മളെ വീട്ടിൽ സഹോദരിമാരൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ വന്ന് ചീത്ത വിളിച്ചപ്പോഴത്തേക്ക്
അപ്പൊ അതിന്റെ തലേ ദിവസം ഇതുപോലെ ഭരണസമിതി എല്ലാം തീരുമാനം എടുത്ത് പാലൊഴിക്കാൻ പറ്റൂല. അപ്പൊ ആ തലേ ദിവസം അതിന് മുമ്പ് കയറ്റി വിട്ട പാൽ കാണിച്ചു തരാം. ഈ രാത്രി 29-ാം തീയതി രാവിലെ എന്ന് വൈകിട്ടാ കൊണ്ടുവരണം. പക്ഷെ തലേ ദിവസം കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാന്ന് പിറ്റേ ദിവസം 29-ാം തീയതി രാവിലെ കൊണ്ടുവന്നു. 200 പാലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ കക്ഷിയുടെ പാല് നമ്മള് 10 കൂടുതലാണെന്നുണ്ടെങ്കിൽ വലിയ ക്യാനകത്തും 10 താഴെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ ക്യാൻ. ഇതായത് കണ്ട ഈ അന്ന് എഴുതി കെട്ടിവിട്ടതായി ഇത് കണ്ട. നമ്മൾ ഇങ്ങനെയാണ് എന്റെ പാലെടുത്തിട്ട് നമ്മൾ കൊടുത്തു വിടാറ് കേട്ടാ. നമ്മൾ സ്റ്റേറ്റ് വെച്ച് ഇതുപോലെ പേരെഴുതി കെട്ടി നമ്മൾ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പല പ്രാവശ്യം പിരിഞ്ഞതിന്റെ പേരിൽ സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പൊതുയോഗത്തിന് ശേഷം ഈ പാൽ എടുക്കണ്ടെന്നുള്ളൊരു ഇതും പിന്നെ കർഷകരെല്ലാരും കൂടെ ഒപ്പിട്ട ഒരു നിവേദനം ഇവിടെ തരികയും അപ്പൊ അത് നമ്മൾ എടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര വിഷയമാക്കി ഭയങ്കരമായി ചീത്ത വിളിച്ചു. പിന്നെ ഇതിനകത്ത് കയറിയിട്ട് എന്നെ വലിച്ചു കീറുമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ വലിച്ചു കീറിക്കളയുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്ന് ഭയങ്കരമായ ബഹളവും ഭയങ്കര ഒരു തരം ഒരു സൈക്കോ കണക്കാണ് ഇവൻ ഈ ഇതായിട്ട് വരുന്നത്. കാണിച്ചു വരുന്നത്. ഇവിടെ വന്ന് നിന്നെ വലിച്ചു കീറിക്കളയുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ വന്ന് ചീത്ത വിളിക്കാമോ ഇതൊക്കെ നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പോയി പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങളെ ഒരു സഹോദരൻ ഇല്ലെങ്കിൽ ഒരു മക്കളെ പേര് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു മോനെ മക്കളെ അങ്ങനെ വിളിച്ചാണ് ഇവിടെ പാല് എടുക്കുകയും കൊണ്ടുവരികയും ചെയ്യുന്നത്. ഞാനും കർഷകനാണ്. ബാക്കിയുള്ള കർഷകർ പറയുന്നത് കർഷകർ തെരഞ്ഞെടുത്ത് പിന്നെ പ്രസിഡന്റ് ആക്കിയതാണ് എന്നെ. കർഷകർ തെരഞ്ഞെടുത്ത് പ്രസിഡന്റ് ആക്കിയതാണ്. അപമാനിച്ച് ഇവരെ നിരന്തരം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം അപമാനിക്കുകയാണ്. അതാണ് അവന്റെ തൊഴില്. പ്രചരിച്ചു. പിന്നെ അവൻ പ്രത്യേകിച്ച് അവൻ യൂട്യൂബറാണ്. അവനൊരു യൂട്യൂബറാണ്. അപ്പോഴത്തേക്കും അവനുണ്ടാ പിന്നെ അതുകൊണ്ടല്ലേ പിറ്റേന്ന് രാവിലെ പിന്നെ സാധാരണ 7:30 പാല് കൊണ്ടുവരുന്നവൻ പിറ്റേന്ന് തലയിൽ പാൽ ഒഴിക്കുന്നില്ലെന്ന് 6:30 മുമ്പായിട്ട് ഇവിടെ വന്ന് വെളിയിൽ വന്ന് മാറി നിന്നും കൊണ്ട് ഈ സ്റ്റാഫുകൾ കണ്ടതാണ്. ഒരാൾ കണ്ടാണ് വെളിയിൽ വന്ന് ഭാര്യയും ഭർത്താവും കൂടി വന്നതും അവിടെ ഫോണെല്ലാം ഓണാക്കി റെഡിയാക്കിയിട്ടാണ് ഈ പാലുമായിട്ട് അകത്തോട്ട് കയറുന്നത്. ചേർത്തായിരിക്കാൻ കൊണ്ടുവന്നിട്ട് എന്താണ് സാധാരണ ഇവിടെ രാവിലെ പാൽ ഒഴിക്കാറില്ല. രാവിലെ യാദൃശ്യമായിട്ട് ഒഴിക്കുന്നത് അതിന്റെ തലേന്ന് ഒഴിക്കാൻ പാലാണ് 6:200 പിറ്റേന്ന് വന്നത്. പ്ലാൻ ചെയ്ത് വന്നതാണ്. പ്ലാൻ ചെയ്ത് വന്നു. ഇത് അപ്പോഴേ വീഡിയോ ആയി. പുള്ളി ഇത് അങ്ങ് ഇട്ടുകൊടുത്ത് ജനങ്ങൾ അറിയുന്നില്ല. ഒടുവിൽ 65 കർഷകരും ബോർഡ് മെമ്പർമാരും ഒരുമിച്ച് വിഷ്ണുവിന്റെ പാൽ ഇനി എടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇവിടെ എടുക്കില്ല എന്ന് ഇക്കാര്യം വിഷ്ണുവിനെ അറിയിച്ചപ്പോൾ വളരെ പ്രകോപിതനാവുകയും ഇയാൾ ഉന്നത തലത്തിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് വിഷ്ണുവിന്റെ പാൽ പ്രത്യേകം ശേഖരിച്ച് BMCക്ക് അയക്കാൻ ഉത്തരവും ഉണ്ടായി. അങ്ങനെ വിഷ്ണുവിനായി പ്രത്യേകം ക്രമീകരിച്ച ക്യാനിനകത്തായിരുന്നു പാൽ കൊണ്ടുപോയിരുന്നത്. വീണ്ടും പാൽ പിരിയാൻ തുടങ്ങിയപ്പോൾ BMCയിൽ നിന്നും ഇനി വിഷ്ണുവിന്റെ പാൽ ഇവിടെ ശേഖരിക്കേണ്ട എന്ന് പറയുകയായിരുന്നു. ഇതിൽ പ്രകോപിതയായ വിഷ്ണുവിന്റെ ഭാര്യ തലേ ദിവസം പാൽ കൊണ്ടുവന്ന് സൊസൈറ്റിക്ക് മുന്നിൽ എറിഞ്ഞു. ജീവനക്കാരികളെ അസഭ്യം പറഞ്ഞുവെന്ന് പറയുന്നു. പിറ്റേന്ന് പാലുമായി വിഷ്ണു എത്തുകയും തലയിലൂടെ ഒഴിക്കുകയും ഭാര്യ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും കൊണ്ടുവരുന്നത് 6 ലിറ്റർ പാലാണെങ്കിൽ അന്നേ ദിവസം ക്യാൻ നിറയെ പാലുമായി എത്തിയാണ് ശരീരത്തിൽ ഒഴിച്ചത്. ഇതോടെ വീഡിയോ വലിയ റീച്ചുണ്ടായി. തമിഴ്നാട്ടിൽ നിന്നും ചെറിയ വിലയ്ക്ക് കൊണ്ടുവരുന്ന മാടുകളെ മരുന്നുകൾ കുത്തിവെച്ചും അകിടുകൾ വീർപ്പിച്ചു നിർത്തിയും വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബ് ചാനലിലൂടെ കച്ചവടം നടത്തി വരികയായിരുന്നു. എന്നാൽ ഇയാളിൽ നിന്ന് പശുക്കളെ വാങ്ങിയ പലർക്കും ദുരനുഭവമാണ് ഉണ്ടായത്. നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഇയാൾക്കെതിരെ പരാതികൾ ആളുകൾ നൽകിയിട്ടുണ്ട്. കോടതിയിൽ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തവരും ഇക്കൂട്ടത്തിലുണ്ട്. പശുക്കളെ അകിടുകൾ ഉയർത്തിയ നിലയിൽ നിർത്തിയ ശേഷം വീഡിയോകൾ ചിത്രീകരിച്ച് ആളുകളിൽ എത്തിക്കും. അതിനുശേഷം വൻ വിലയ്ക്ക് ഇത് കച്ചവടമാകാൻ വളരെ ദൂരെയുള്ളവർക്കാണെങ്കിൽ വാഹനത്തിൽ കയറ്റി അയക്കാറാണ് പതിവ്. വാഹനം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ പണം പൂർണ്ണമായും അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. ഒടുവിൽ പലവിധ കേസുകൾ ഉണ്ടായതോടെ യൂട്യൂബറും വിഷ്ണുവുമായി തെറ്റി അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മുഴുവൻ നീക്കം ചെയ്തു. ഇതോടെ സ്വന്തമായി ഒരു യൂട്യൂബ് വിഷ്ണു തുടങ്ങുകയായിരുന്നു. എന്നാൽ വേണ്ടത്ര ജനശ്രദ്ധ യൂട്യൂബിന് ഉണ്ടായില്ല. ഇതോടെയാണ് പാലു തലയിലൂടെ ഒഴിച്ചത്. ഇത് വന്നതോടെ യൂട്യൂബിന് റീച്ചുണ്ടായി. എന്നാൽ ഇതിനു വേണ്ടി ബലിയാടാക്കിയത് തുച്ഛമായ ശമ്പളത്തിന് ജോലി നോക്കുന്ന 2 ജീവനക്കാരികളുടെ ജീവിതങ്ങളായിരുന്നു. അത്രത്തോളം അവരെ അപമാനിച്ചുകൊണ്ടാണ് വിഷ്ണു ആ വീഡിയോ പങ്കുവച്ചത്. ഇതോടെ സമൂഹത്തിന്റെ മുന്നിലും ഈ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. സൊസൈറ്റിയിൽ അതിക്രമം കാണിച്ചതിനും സ്ത്രീകളെ അടക്കം തെറി വിളിക്കുകയും അപമാനിക്കുകയും ചെയ്തതിന് കൊല്ലം പരവൂർ പോലീസ് വിഷ്ണുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്.